ഹലോ ഗൈസ്, ലാലേട്ടനും പ്രേക്ഷകരും ഒരുപോലെ ഞെട്ടിയ എവിക്ഷൻ. അതെ കൂട്ടുകാർ, അതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ കണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, കിളി പോയി നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ലാലേട്ടൻ വീട്ടിൽ വന്നപ്പോഴാണ് തിരിച്ച് രേണുവിനെയും കൂട്ടിക്കൊണ്ട് ലാലേട്ടൻ ആ ഹൗസിൽ നിന്നും പോയത്. രേണു കുറേയായി പറയുന്നു പോണം 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 എന്ന്. പിന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ രേണു ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. കൂടെ നമ്മുടെ ശരത്തും പോകുന്നുണ്ട്. ശരത്തിന് വോട്ട് കുറവായതിന്റെ പേരിൽ ശരത്തും പോകുന്നുണ്ട്. അപ്പൊ ഇനി ഒരാൾ കൂടി പോകുന്നു എന്ന് നമ്മുടെ ലാലേട്ടൻ ഇന്നത്തെ പ്രൊമോയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആരായിരിക്കും ആ ഒരാളാണോ ഇനി രണ്ടുപേരാണോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. കഴിഞ്ഞ ഓണം ആ ഒരു കഴിഞ്ഞ വീക്കില് എവിക്ഷൻ ഇല്ലാത്തതിന്റെ പേരില് ഇപ്രാവശ്യം ചറ ആൾക്കാരെ പുറത്തേക്ക് വിടുക നമ്മുടെ ബിഗ് ബോസ് അല്ലേ. അപ്പൊ ഇനി ആരായിരിക്കും വീഴാൻ പോകുന്നത്? മിക്കവാറും നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നമ്മുടെ ശൈത്യ ആയിരിക്കുമോ? അല്ലെങ്കിൽ ഷാനവാസ് എന്തായാലും പോകാൻ സാധ്യത ഒട്ടുമില്ല. ഷാനവാസിന് നല്ല രീതിയിലുള്ള വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മുടെ ഒനീൽ, അതും ഒരു ചാൻസ് ആണ് അല്ലേ കൂട്ടുകാർ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.